ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് ആണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ്. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പോൾ കൺവേഴ്സേഷൻ ഒന്നുമില്ലാത്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് അങ്ങനത്തെ സിറ്റുവേഷനുള്ള ആളുകളായിരിക്കാം. നിങ്ങൾ ഫിസിക്കലി മെന്റലി സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ്മെന്റ് ആയിട്ട് എന്താ പറയാ ബ്ലോക്കിംഗ് സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ എനിക്ക് ഫീൽ ആവുന്നത്. അപ്പൊ നിങ്ങളുടെ ആള് മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയും ആക്ഷൻ എടുത്തില്ലെങ്കിൽ വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ, വേറൊരാൾ നിങ്ങളെ തട്ടിക്കൊണ്ട് പോകും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു വ്യക്തിനെ സ്നേഹിക്കുവോ, അല്ലെങ്കിൽ വേറൊരു വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു എന്താ പറയാ ആ ഒരു സ്നേഹബന്ധം, കാരണം നിങ്ങളായിരിക്കുമല്ലോ കൂടുതൽ മെന്റലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് ഇവിടെ അങ്ങനെയാണ് ഫീൽ ആവുന്നത്. അപ്പോൾ അത് കാരണം ഇവർക്ക് ഇവരല്ലാതെ നിങ്ങൾ വേറെ ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, മനസ്സിലായോ? പക്ഷെ ഇവർക്ക് പോവാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയാകാം, പ്രൊഫഷൻ ആകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. Habits. I don't know if we will ever change. Disagreements. I wish you understood how I feel. അതായത് ഇതൊക്കെ എപ്പോഴെങ്കിലും എനിക്ക് അറിയില്ല ഇതൊക്കെ എപ്പോൾ ചേഞ്ച് ആകും, ഇതൊക്കെ എങ്ങനെ ചേഞ്ച് ആകും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പല ആളുകളെ പറ്റിയുള്ള വഴക്കുകൾ ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതൊക്കെ ചേഞ്ച് ആകുമോ എന്നുള്ള ഒരു കാര്യങ്ങൾ. അതായത് പിന്നെ നിങ്ങൾ എന്നെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും എൻ്റെ ഒരു ദയനീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെൽഫ് ലവ്. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. അറിയാലോ. അതായത് എനിക്ക് മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എനിക്കെന്ന് മീൻസ് നിങ്ങളുടെ മച്ചമ്പി. ഓക്കെ, അപ്പൊ പുള്ളിക്ക് നല്ല രീതിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിലപ്പോൾ നിങ്ങളെ കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മശാപമായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും പണികളൊക്കെ മേടിക്കുന്നുണ്ടാകാം. അപ്പൊ അത്
ഹീൽഡ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അൺഅപ്രീഷിയേറ്റഡ്, ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ് നോട്ട് കെയർ. ആ അതായത് ഇപ്പൊ പുള്ളി നിങ്ങളോട് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിനായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, പക്ഷെ നിങ്ങൾ അതിലൊന്നും ഒരു കൂസലും ഇല്ലാതെ, നിങ്ങൾ അതിലൊന്നും ഒരു അനക്കവും ഇല്ലാതെ നിങ്ങൾ നല്ല രീതിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ബുദ്ധിമുട്ടുന്നുണ്ടാവാം, വിഷമിക്കുന്നുണ്ടാകാം, കരയുന്നുണ്ടാകാം, പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കില്ല, ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ അവര് ചിലപ്പോ ഒന്നല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ല റിലേറ്റീവ്സ് വഴി അറിയുന്നുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് കാണുന്നുണ്ടോ, ചേടാ ഇവരെ ഇതൊന്നും ബാധിക്കുന്നില്ലേ എന്നുള്ള ഒരു ചിന്ത മച്ചമ്പിക്കുണ്ട്. ഡിറ്റാച്ച്മെന്റ്. ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. തിങ്സ് ഡിഡ് നോട്ട് ഗോ ദ വേ ഐ പ്ലാൻഡ്. ആ പുള്ളിക്ക് അപ്പൊ അതായത് പുള്ളിയുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, പുള്ളിയുടെ പരിപാടികൾ. അത് ഇത്തിരി സെൽഫിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു മനുഷ്യത്തിയാണ്. അല്ലാതെ പുള്ളിനെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കെയറിങ്ങും, പുള്ളിനെ തന്നെ ഭയങ്കരമായിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനുള്ള കാര്യം പറയുള്ളൂ. എനിക്ക് ഇവിടെ അങ്ങനെയാണ് ഫീൽ ആവുന്നത്. പുള്ളിനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോ ഒരാളുടെ ഇമോഷണൽ ഫീലിങ്സിൽ കയറി കളിച്ചിട്ട് അവിടെ നമ്മൾ ഒരിക്കലും സെൽഫിഷ്നെസ് കാണിക്കരുത്. മനസ്സിലായോ? അയാളെ മാനസികമായും ശാരീരികമായിട്ടും ഒരുപാട് മുറിവുണ്ടാക്കിയിട്ട് നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നത് അതൊരു സെൽഫ് ലവ് അല്ല, അതൊരു സെൽഫിഷ് കാര്യങ്ങളാണ്. നിങ്ങളുടെ മച്ചമ്പി അതൊക്കെ ചെയ്യുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. അതായത് പുള്ളി വിചാരിച്ച പോലെയല്ല, നൈസായിട്ട് പോവാന്നൊക്കെ പറഞ്ഞാണ് മച്ചമ്പി ഇരുന്നത്. അപ്പൊ പുള്ളി വിചാരിച്ച പോലെയല്ല പോയത്. അപ്പൊ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഇങ്ങനെ, അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ഇതാക്കിയിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മെന്റലി ഇത്തിരി ടൈറ്റ് ആക്കിയിട്ടുണ്ടാകാം. അതായത് ഇവരുടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ സാമീപ്യം നിങ്ങൾക്ക് വേണം, ഇവരുടെ അറ്റൻഷൻ നിങ്ങൾക്ക് വേണം, ഇവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആളുടെ സാമീപ്യം കൊണ്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തൃപ്തരാണ്. അപ്പൊ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലോകം മുഴുവനൊക്കെ ഒന്ന് കറങ്ങി വരണം, അവിടെ പോയി ഇവിടെ എന്താണ് നോക്കണേ, ഇവിടെ പോയി അപ്പുറത്ത് എന്താണ് നോക്കണേ, അപ്പുറത്ത് ഇവിടെ എന്താണ്, അങ്ങനെയുള്ള കുറച്ചിങ്ങനെ കറക്കം കൂടുതലുള്ള ആളുകളാണ്. അപ്പൊ അത് അങ്ങനെയുള്ളവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, എല്ലാരും അല്ല, കുറച്ച് ആളുകൾ. പിന്നെ അത് മാത്രമല്ല, ഇനി ചിലപ്പോൾ നേരം ഒരു ടൈം പാസ്, നേരം പോക്കിനൊക്കെ ഉള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ചോദിച്ചപ്പോൾ ചിലപ്പോൾ മച്ചമ്പി ഓടി രക്ഷപ്പെടാൻ നോക്കിയാലും മതി. അതൊക്കെയാണ് വിചാരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചില ആളുകളില്ലേ മെന്റലി കണക്റ്റഡ് അല്ലാതെ സെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കാൻ അടുത്തുകൂടുന്ന ആളുകൾ. അപ്പൊ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ചോദിച്ചപ്പോ നൈസായിട്ട് മുങ്ങിയതും ആകാം, കാരണം പുള്ളി പ്ലാൻ ചെയ്ത രീതിയിലല്ല പോകുന്നത്. ഓക്കെ. Forgiveness. I am struggling to get over the past commitment. I want you to be a part of my future soul tie. I always feel connected to you. Yes. ചിലപ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സോൾ കണക്ഷൻ ഉണ്ടാകാം. ഇവര് വേറെ ഏത് ബന്ധത്തിൽ പോയാലും, അല്ലെങ്കിൽ ഇവർ ആരുടെ അടുത്തൊക്കെ എത്ര കമ്മിറ്റ്മെന്റ് വെച്ചാലും, എവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞു പോയാലും നിങ്ങളുടെ ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആ ഒരു ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെമ്മറീസ് അവരുടെ മനസ്സിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു കൊളുത്ത് പോലെ നിൽക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. കമ്മിറ്റ്മെന്റ് തരാത്തവരാണെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ്. കൺവേഴ്സേഷൻ. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അറിയാലോ, ഇപ്പൊ അതിലൊന്നും നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നിങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഒരു കൺവേഴ്സേഷൻ ഇല്ലാത്തവരോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കൺവേഴ്സേഷൻ വരുന്നുണ്ട്. ഓക്കെ. വാസു, തോറ്റു തുന്നം പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഓക്കെ. ഓക്കെ. ഓ അപ്പൊ അങ്ങനെയാണ്. ഗോസിപ്പ്.
അതായത് ഐ ആം അഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള കാര്യത്തിനൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള മച്ചം ബി സി വീഡിയോ കാണുന്നുണ്ടല്ലേ. ഓക്കെ. മിസ്റ്റേക്സ്, ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അതായത് പുള്ളിയുടെ മിസ്റ്റേക്സ് ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നു. ലെക്സി നല്ല പേനായിരിക്കും. പിന്നെ ഏതാണ്, വേറൊരു പേന ഉണ്ടല്ലോ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തുന്ന ഒരു സാധനം ഇല്ലേ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുട്ടത്തിരുന്ന് എഴുതിയാൽ ലൈറ്റൊക്കെ കത്തും. ഓക്കെ. റണ്ണർ, ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. അപ്പൊ അതായത് ഉസൈൻ ബോൾട്ടിന്റെ അമ്മാവനാണ്. ഓട്ടക്കാരാണ് കേട്ടാ. ഓക്കെ. പുള്ളിനെ ഉസൈൻ ബോൾട്ടിനെയൊക്കെ വെട്ടിക്കുന്ന രീതിയിലുള്ള ഓട്ടമാണ്. ഞാൻ പണ്ട് ഇതുപോലെ ഓടിയിട്ടുണ്ട് ചേരനെ കണ്ടപ്പോ. ചേരപ്പാമ്പിനെ കണ്ടപ്പോ ഞാൻ ഓടിയ ഓട്ടമൊന്നും ഉസൈൻ ബോൾട്ടൊന്നും വരൂല, അത്ര ഓട്ടമായിരുന്നു എന്റെ അമ്മോ. ഓക്കെ. സീക്രട്സ്, ഐ ഹാവ് നോട്ട് ടോൾഡ് യു എവറിത്തിങ്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പുള്ളി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് സീക്രട്സ്, അതായത് എന്തെങ്കിലും ഇത്തിരി എന്താണ് വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, നിങ്ങളെ വേദനിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സീക്രട്സ് ഉണ്ട്, അത് ഒന്നും നിങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല. വാല്യൂസ്, വി ഹാവ് ടു മെനി ഡിഫറൻസസ്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ അപ്പിയറൻസിലോ ഏജ് ഡിഫറൻസിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരീഡ് അവർ മാരീഡ് അല്ലാതായിരിക്കാം, അല്ലെങ്കിൽ അവർ മാരീഡ് നിങ്ങൾ മാരീഡ് അല്ലാതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഫാമിലി വേറെ വേറെ സെപ്പറേറ്റ് ഫാമിലി ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഡിഫറൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകാം. അതൊക്കെയാണ് അച്ചമ്പീസ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഡു യു സീ ഇൻ മീ? ആശാന്റെ മുഖത്തിരിക്കുന്ന കറുത്ത കണ്ണട. ഓക്കെ. വിൽ യു ലീവ് മീ ലൈക്ക് ദ അതേഴ്സ്? ഇല്ല, പോകൂല അവര്. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. വൈ ഡു ഐ ഫീൽ സോ ലോസ്റ്റ്? ഓക്കെ. അപ്പൊ ഇത് വഴക്കിട്ടൊക്കെ നിന്നാൽ ഇതൊക്കെ അപ്പൊ ആവശ്യമുണ്ട്. ഓക്കെ. ഓ ഒരെണ്ണം കൂടി എടുക്കാല്ലേ? അല്ലെങ്കിൽ ഇത് മതി. ഐ ഡോണ്ട് വാണ്ട് ടു ബി എലോൺ. അയ്യോ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ മേടിക്കുന്നുണ്ടാവും. ഒരാളുടെ മനഃശാപം കിട്ടുക അല്ലെന്നുണ്ടെങ്കിൽ പ്രാക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിൽ എഫക്ട് ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് കരഞ്ഞ് പ്രപഞ്ചത്തിനോട് ഒരുപാട് വിഷമം പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ പുള്ളി അനുഭവിക്കുന്നുണ്ടാകും. വൈ ഡു ഐ ഫീൽ സോ ലോസ്റ്റ്? എനിക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു? അപ്പുറത്തുനിന്ന് പണി കിട്ടുന്നത് കൊണ്ട്. ഓക്കെ. വൈ ഡു യു സീ ഇൻ മീ? നിങ്ങൾ എന്താണ് കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വിൽ യു ലീവ് മീ ലൈക്ക് ദ അതേഴ്സ്? മറ്റുള്ളവർ എന്നെ ഇട്ടിട്ട് പോയ പോലെ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോകുമോ? ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. ഞാൻ ഇത്രയൊക്കെ ഒപ്പിച്ചതല്ലേ, അപ്പൊ ഇനി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും എന്നെ കളിയാക്കാൻ പാടില്ല, എന്നെ അങ്ങനെ പറയാൻ പാടില്ല, എന്നെ ഇങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ എനിക്ക് ഇത്തിരി ഈഗോ മൈൻഡഡ് ഉള്ള ആളാണ് ഞാൻ.
നിങ്ങളുടെ പേഴ്സൺ കേട്ടോ, ഞാനല്ല. ഓക്കെ. അപ്പൊ ഇത്തിരി ഈഗോ മൈൻഡഡ് ആണ്. അപ്പൊ ഞാൻ ഒരു രാജാവിനെ പോലെ ഒരു രാജ്ഞിനെ പോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒരു താലം ആയിട്ട് നിൽക്കുക, ഒരു താലപ്പൊലിയൊക്കെ ഇട്ട് ഒരു ഇപ്പുറത്ത് ചിറക്കൽ കാളിദാസനെ നിർത്തുക, ഇപ്പുറത്ത് തെച്ചിക്കോട്ട് രാമേന്ദ്രനെ നിർത്തുക, എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി താലം പിടിച്ചിരിക്കുക, ഞാനൊരു രാജാവിനെ പോലെ ഒരു രാജ്ഞിനെ പോലെ ഒരു അങ്ങനെയൊക്കെയാണ്. അല്ലാതെ എന്നെ മോശമാക്കി വിടരുത്, സോറി, എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കളിയാക്കുക എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു, ഇത്രയും നാൾ എന്ത് ചെയ്തു, എന്നെ അങ്ങനെ ചെയ്തില്ലേ, എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ എന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അത്രയും സ്നേഹിച്ചില്ലേ എന്നൊക്കെ ഉള്ള പരാതി പറച്ചിലൊക്കെ കേൾക്കേണ്ടി വരും. അവരുടെ ഐഡന്റിറ്റിക്ക് മോശം വരുത്തുന്ന, അവരുടെ ഐഡന്റിറ്റിക്ക് കുറവ് വരുത്തുന്ന ഒരു ഇത് അവർ സഹിക്കത്തില്ല. കാരണം അവരെന്ത് കാര്യം ചെയ്താലും അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കും. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അതൊക്കെ ഉണ്ട്. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ഒന്നല്ലെങ്കിൽ ഇത് കാണുന്നവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ആളായിരിക്കാം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് കേട്ടോ. വൈ കാണ്ട് ഐ മൂവ് ഓൺ ഫ്രം യു? അതായത് എനിക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഐ ലോങ് ഫോർ യുവർ കിസ്. അതിന്റെ അർത്ഥം അറിയാലോ അല്ലെ? വാട്ട് ഈസ് ദ ട്രൂത്ത്? എന്താണ് സത്യം? ഇറ്റ് ഈസ് ഡാർക്ക് വിത്തൗട്ട് യു. അപ്പൊ അവിടെ ഇരുട്ടാണ്. അപ്പൊ ഒരു 500-ന്റെ ബൾബ് നന്നായിരിക്കും. 500 വാട്ടിന്റെ ബൾബ് നന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്താ, കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ പവർ ഹൗസിലോട്ട്, നമ്മൾ വൈറ്റില പവർ ഹൗസിൽ ചോദിച്ചറിയാൻ പറ്റും. നോക്കട്ടെ, നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ലിസൺ ഡീപ്ലി. എക്സ്പെക്ട് മിറാക്കിൾസ്. എന്റെ കാര്യങ്ങളൊന്നും നടക്കൂല, എന്നെ പറ്റിയാണോ, എന്റെ കാര്യങ്ങളൊന്നും, നല്ല കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ നടക്കൂലേ, അങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ട് കാണുന്ന ആളുകൾക്ക്. അപ്പൊ അത് എക്സ്പെക്ട് മിറാക്കിൾസ്. നിങ്ങൾ മിറാക്കിൾസിൽ വിശ്വസിക്കുക, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. യൂണിവേഴ്സ്, പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു അത്ഭുതം തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യം, നിങ്ങൾ എന്താണോ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരും. കമ്പോഷർ. മനസ്സിന് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാകാം, വിഷമം ഉണ്ടാകാം, വേദന ഉണ്ടാകാം, ഉറക്കമില്ലായ്മ ഉണ്ടാകാം, ഫുഡ് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മളുടെ അടുത്തൊരു ബിരിയാണി ഇരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തൊരു സദ്യ ഇരിക്കുകയാണ്, അത് നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോഴേ അത് ബിരിയാണി എന്ന് പറയുന്ന ബിരിയാണിക്ക് അവിടെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സദ്യ എന്ന് പറയുന്ന ഒരു സദ്യക്ക് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കണ്ണീരും വിഷമമൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ എന്താണ്, എങ്ങനെ അതിന്റെ ആസ്വാദനം അവിടെ ഉണ്ടാവില്ല. മനസ്സ് ശാന്തമായിട്ടിരുത്തുക. ഓക്കെ. ലിസൺ ഡീപ്ലി. നിങ്ങൾക്ക് പോസിറ്റീവ് തരുന്ന ആളുകളുടെ സംസാരം കൂടുതൽ കേൾക്കാൻ നോക്കുക. അല്ലാതെ ഈ നമ്മളുടെ കാര്യങ്ങൾ, ഈ മറ്റുള്ളവരുടെ അടുത്ത് പല ആളുകളുണ്ട്, 2 ടൈപ്പ് ആളുകൾ. പല കാര്യങ്ങളും പോസിറ്റീവ് തന്ന് നമ്മളെ ഉയർത്താൻ നോക്കുന്നവരും ഉണ്ട്, പല കാര്യങ്ങളും നെഗറ്റീവ്. നീ അത് ചെയ്താൽ ശരിയാവൂല കേട്ടാ, അങ്ങനെ പോകണ്ട, നീ അങ്ങനെ ചെയ്താൽ ഒട്ടും ശരിയാവില്ല, നിനക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ല, അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ടാവും. നീ ചെയ്തു നോക്ക്, നന്നാവും, ഞങ്ങൾ കൂടെ നിൽക്കാം, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള ആളുകൾ, അത് ഈ പറയുന്ന പോലെ ഈ പോസിറ്റീവ് തരുന്ന ആളുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ തന്നെ ആയിരിക്കണമെന്നില്ല. ദൈവം പല രീതിയിൽ പല വിധത്തിലുള്ള ആളുകളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും, പല ആളുകളുടെ സംസാരം കൊണ്ടുവരും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു നേരത്തെ നമ്മളുടെ മുഖത്ത് ഒരു ചിരിക്ക് കാരണമാവുന്ന, അല്ലെങ്കിൽ ഒരു നേരത്തെ നമ്മളുടെ സന്തോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. സ്ട്രെങ്ത് ആൻഡ് ഗൈഡൻസ്. അല്ലാതെ നമ്മൾ നല്ല രീതിയിൽ സന്തോഷിച്ചിരുന്നിട്ട് നമ്മളുടെ ആ ഒരു നേരത്തെ കണ്ണീരാണെന്നുണ്ടെങ്കിലും, ആ ഒരു നേരത്തെ വിഷമമാണെങ്കിൽ അത് റിക്കവേർഡ് ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ട്രെങ്ത് ആൻഡ് ഗൈഡൻസ്, അതായത് നിങ്ങൾ സ്പിരിച്വൽ ജേണിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് സർക്കിളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം. മനസ്സിന് നിങ്ങൾക്ക് പ്രപഞ്ചം ഒരു ശക്തി കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഓക്കെ. അപ്പോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ.
ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.